ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഈ എപ്പിസോഡിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ കാണിക്കുന്നത് ഈ ഇവൻറ്റ് നടക്കുന്ന ഹാളിലേക്ക് ലിഫ്റ്റിൽ വരുന്ന നമ്മുടെ നായകനെയാണ് കേട്ടോ. അവനാണെങ്കിൽ ലിഫ്റ്റിൽ നിന്ന് കഴിഞ്ഞ ദിവസം പോലീസുകാർ പറഞ്ഞ കാര്യങ്ങളും ആ വീഡിയോയിൽ അവൾ ഒരുപാട് സ്ക്രീം ചെയ്യുന്നതൊക്കെ ആലോചിച്ചിട്ടാണ് അവനിങ്ങനെ ലിഫ്റ്റിൽ നിൽക്കുന്നത് കേട്ടോ. അങ്ങനെ ലിഫ്റ്റിൽ നിന്ന് പുറത്തിറങ്ങുന്ന സമയത്താണ് അവനൊരു കാഴ്ച കാണുന്നത്. വേറെ ഒന്നുമല്ല, നമ്മുടെ അമ്മ ഹീജുവിനെയും കൊണ്ട് ഒരു റൂമിലേക്ക് പോകുന്നത് ഇവൻ കാണുന്നുണ്ട് കേട്ടോ. ഹീജുവിനോട് അമ്മ സംസാരിക്കുന്നത് എല്ലാം തന്നെ ഇവൻ പുറത്തു നിന്ന് കേൾക്കുന്നുണ്ട്. അമ്മയാണെങ്കിൽ ഒരുപാട് ദേഷ്യപ്പെട്ടിട്ടായിരുന്നു നമ്മുടെ ഹീജുവിനോട് സംസാരിച്ചത്. അങ്ങനെ ഹീജു ആയിട്ടുള്ള സംസാരമൊക്കെ കഴിഞ്ഞിട്ട് അമ്മ പുറത്തിറങ്ങുമ്പോൾ കാണുന്നത് ഡോറിൻ്റെ അവിടെ നിൽക്കുന്ന നമ്മുടെ ബേക്സിയോണെയാണ് കേട്ടോ. അമ്മ ഒന്ന് ഞെട്ടുന്നുണ്ട്. പെട്ടെന്ന് ഇവൻ അവിടെ പ്രതീക്ഷിച്ചിരുന്നില്ല അമ്മ. ബേക്സിയോൺ അപ്പോൾ പറയുന്നുണ്ട്, ഹാളിലേക്ക് ഞാൻ നിങ്ങളെ അക്കമ്പനി ചെയ്യാമെന്ന് പറയാണ്. അപ്പോൾ അമ്മയും പറയുന്നുണ്ട്, നിനക്ക് നല്ല റെസ്പെക്റ്റ് ആണ് എല്ലാവരോടെന്ന് എനിക്കറിയാമെന്ന് പറയാണ്. അപ്പോൾ അവൻ മദർ ഇൻ ലോനോട് ഒരു കാര്യം പറയുന്നുണ്ട്. അതായത് ഹീജുവിൻ്റെ ഈ ഒരു സെലക്റ്റീവ് മ്യൂട്ടിസം അതെന്താ മാറാത്തതെന്ന് ചോദിക്കുകയാണ്. സാധാരണ ഈ സെലക്റ്റീവ് മ്യൂട്ടിസം ഇത്ര വർഷമൊക്കെ നിൽക്കണമെങ്കിൽ അവർക്ക് സൈക്കോളജിക്കലായിട്ട് എന്തെങ്കിലും ഇഷ്യൂസൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അതാലോചിച്ചിട്ട് നിങ്ങൾക്ക് ടെൻഷനൊന്നുമില്ലേ ചോദിക്കുകയാണ് അമ്മേനോട്, മദർ ഇൻ ലോനോട്. അപ്പോൾ അമ്മ പറയുന്നുണ്ട് അവൾക്ക് ചിലപ്പോൾ അത്രമാത്രം ഷോക്ക് ഉണ്ടായിട്ടുണ്ടാവും. ബേക്സിയോൺ ചോദിക്കുന്നുണ്ട്, അപ്പോൾ 20 വർഷമായിട്ടും അവളുടെ ഷോക്ക് ഇതുവരെ മാറിയില്ലേ ചോദിക്കുകയാണ്. എന്നിട്ട് ബേക്സിയോൺ പറയുകയാണ്, നിങ്ങൾ മറന്നുപോയൊരു കാര്യം ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കാം. നിങ്ങളുടെ മകൾ ഹീജു എൻ്റെ വൈഫാണ്. അപ്പോൾ അതിനുള്ള ട്രീറ്റ്മെൻറ്റ് അവൾക്ക് കൊടുക്കണം, അതിനുള്ള റെസ്പെക്റ്റും അവൾക്ക് കൊടുത്തിട്ടേ സംസാരിക്കാവൂ എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ പോവുകയാണ് അവിടെ നിന്ന്. അപ്പോൾ ഹീജുവിൻ്റെ അമ്മയും വിചാരിക്കുന്നുണ്ട്, ഓ ഇവൻ അവൾക്ക് വേണ്ടിയൊക്കെ സംസാരിച്ച് തുടങ്ങിയില്ലേന്ന്. അവൻ ഈ സംസാരമൊക്കെ കഴിഞ്ഞ് തിരിച്ച് ഹാളിലേക്ക് വരുമ്പോഴാണ് ബാക്കിയുള്ള കുറച്ച് ഗേൾസൊക്കെ വന്നിട്ട് ഇവനോട് ചീഴ്സ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഒരു മ്യൂച്വൽ റെസ്പെക്റ്റിൻ്റെ ഭാഗമായിട്ടാണ് ഇവൻ അവരുടെ കൂടെ ഡ്രിങ്ക്സ് കുടിക്കുന്നത്. ഇവൻ എന്നിട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മുടെ ഹീജു അവിടെ നിന്ന് പോകുന്നതും കാണുന്നുണ്ട് കേട്ടോ. തൊട്ട് പുറകെ ഹീജുവിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ടെങ്കിലും ഹീജുവിൻ്റെ അച്ഛൻ ഇവൻ്റെ അടുത്തേക്ക് വരികയാണ് സംസാരിക്കാൻ. എന്നിട്ട് പറയുന്നുണ്ട്, എന്തായാലും നിൻ്റെ അച്ഛനെ സഹായിക്കാൻ വേറെ ആരുമില്ലല്ലോ, അപ്പോൾ നീ തന്നെയല്ലേ സഹായിക്കേണ്ട നിൻ്റെ അച്ഛനെ, ഈ പ്രസിഡൻഷ്യൽ ക്യാമ്പയിനൊക്കെ വരുമല്ലേ എന്ന് പറയുന്നുണ്ട്. ഇവനാണെങ്കിൽ റെസ്പെക്ട് ചെയ്തിട്ടുള്ള മറുപടിയും പറയുന്നുണ്ട്. അങ്ങനെ അതേ സംസാരം കഴിയുമ്പോഴേക്കും ഇവന് 406ൻ്റെ കോളും വരുന്നുണ്ട്. അങ്ങനെ അവൻ ആ ഫോണിൽ സംസാരിച്ചുകൊണ്ട് നടക്കുകയാണ് കേട്ടോ. എന്തൊക്കെയാണ് സംസാരിച്ചതെന്ന് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കേട്ടിരുന്നു. അങ്ങനെ സംസാരിച്ചുകൊണ്ട് നടക്കുമ്പോഴാണ് നേരത്തെ നമ്മുടെ ഹീജു ഇട്ടിരുന്ന ആ വൈറ്റ് കോട്ട് ഒരു സ്റ്റാഫിൻ്റെ കയ്യിൽ അവൻ കാണുന്നത് കേട്ടോ. സ്റ്റാഫിനോട് ചോദിക്കുന്നുണ്ട് ഇത് എവിടെ നിന്നാണ് കിട്ടിയെന്ന്. അപ്പോൾ സ്റ്റാഫും പറയുന്നുണ്ട് ഇത് ആ വാഷ്റൂമിൽ നിന്നാണ് കിട്ടിയതെന്ന് പറയാണ്. അപ്പോൾ അവന് മനസ്സിലാവുന്നുണ്ട് ഹീജു എന്തായാലും വാഷ്റൂമിലേക്കല്ല പോയിരിക്കുന്നതെന്ന്. അപ്പോഴാണ് അവൻ ആ ലിഫ്റ്റ് നോട്ട് ചെയ്യുന്നത് കേട്ടോ. ഇപ്പോഴും ഹീജു ഫോണിലൂടെ ഇങ്ങനെ പറയുന്നുണ്ട്, അതായത് നീ നിൻ്റെ വൈഫിനെ, അതായത് ഹീജുവിനെ ഇൻവിസിബിൾ ആയിട്ടാണ് ട്രീറ്റ് ചെയ്യണേ. പിന്നെ എന്തുകൊണ്ടാണ് നിനക്ക് ഡിവോഴ്സ് ചെയ്യാൻ മാത്രം ഇത്ര ബുദ്ധിമുട്ടുള്ള ഡിവോഴ്സ് ചെയ്തുകൂടെ പറയാണ്. ലിഫ്റ്റാണെങ്കിൽ ടോപ്പിലേക്ക് പോകുന്നതും അവൻ നോട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് ഇനി ഹീജു റൂഫ് ടോപ്പിലേക്ക് എങ്ങാനും വന്നിട്ടുണ്ടോ നോക്കാൻ വേണ്ടി അവൻ ലിഫ്റ്റിൽ കയറി വരുന്നത് കേട്ടോ. നോക്കുമ്പോൾ എന്താ അവളും അവിടെ തന്നെയുണ്ട്. ഹീജു ആണെങ്കിൽ ശരിക്കും ഇവനെ കണ്ട് ഷോക്ക് ആവുന്നുണ്ട് കേട്ടോ. ഇവൻ ഹീജുവിനെ ഓൾറെഡി അവിടെ എക്സ്പെക്ട് ചെയ്തുകൊണ്ട് ഷോക്ക് ആവുന്നില്ല. പക്ഷേ അവൾ കയറി നിൽക്കുന്നത് അവിടുത്തെ ഒരു ബെഞ്ചുമയാണ്. കാലെങ്ങാനും സ്ലിപ്പായ ഈ ബിൽഡിങ്ങിൻ്റെ മേലെ നിന്ന് അവൾ താഴത്തേക്ക് വീഴാനുള്ള ചാൻസ് കൂടുതലാണ്. ഇത് കണ്ടിട്ടാണ് അവൻ പേടിക്കുന്നത്. ഹീജു ആണെങ്കിൽ പെട്ടെന്ന് തന്നെ അവളുടെ മൊബൈൽ അവളുടെ ബാഗിൽ വെച്ചിട്ട് ഹൈഡ് ചെയ്യാൻ നോക്കുകയാണ് കേട്ടോ. എന്നിട്ട് അവൾ മെല്ലെ ബാക്കിലേക്ക് 2 സ്റ്റെപ്പ് വയ്ക്കുമ്പോൾ പെട്ടെന്ന് കാല് തെറ്റി നിലത്ത് വീഴാനും പോകുന്നുണ്ട്. അവൾ നിലത്ത് വീഴുമ്പോഴേക്കും നമ്മുടെ ബേക്സിയോൺ ഓടി വന്ന് അവളെ പിടിക്കുകയാണ്. അതുകൊണ്ട് കാര്യമായിട്ട് പ്രശ്നമൊന്നും അവൾക്കും പറ്റുന്നില്ല, അവനും പറ്റുന്നില്ല. പെട്ടെന്ന് തന്നെ അവളെ എഴുന്നേൽപ്പിച്ച് നിർത്തിയിട്ട് അവളെ ചീത്ത പറയുന്നുണ്ട്. നീ എന്താ ആത്മഹത്യ ചെയ്യാൻ പോവായിരുന്നോ, നീ എന്തോ ഉദ്ദേശിക്കുന്നതെന്നൊക്കെ ചോദിച്ച് ചീത്ത പറയായിരുന്നു കേട്ടോ. അപ്പോഴാണ് അവൾക്ക് പെട്ടെന്ന് ഹിക്കപ്സ് വരുന്നത്, എക്കിൾ വരുന്നത് കേട്ടോ. അപ്പോൾ ചെറിയ ശബ്ദവും വരുന്നുണ്ട്. അപ്പോൾ അവൻ തൊട്ട് മുൻപത്തെ കാര്യം ആലോചിക്കുകയാണ് കേട്ടോ. കാരണം ഇവള് ഫോണിലാണ് സംസാരിക്കുന്നുണ്ടായിരുന്നോ ഇല്ലേന്ന് ഇവനറിയില്ല. എന്തായാലും അവളുടെ ചെവിയിൽ ഫോൺ ഉണ്ടായിരുന്നു. എന്നിട്ട് ഹീജുവിനോട് പറയുന്നുണ്ട്, നീ കോളിലായിരുന്നോ? എനിക്കറിയുന്ന ഹീജുവിന് കോൾ ചെയ്യാൻ പറ്റില്ല. നീ കോളിലായിരുന്നോ എന്ന് ചോദിക്കുകയാണ്. എന്നിട്ട് അവളോട് പറയുന്നുണ്ട്, അറ്റ്ലീസ്റ്റ് ഒരു സൗണ്ട് ഉണ്ടാക്കുക, നേരത്തെ ഉണ്ടാക്കിയ പോലെ ഒരു ഹിക്കപ്പോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കുമെന്ന് പറയാണ്. പക്ഷേ അവളുടെ വായിന്ന് ഒരു തരി ശബ്ദം പുറത്തു വരുന്നില്ല. അപ്പോഴാണ് ബേക്കിന് പാർക്കിൻ്റെ കോൾ വരുന്നത് കേട്ടോ. ഇജു ആണെങ്കിൽ ഈ ഒരു ചാൻസിന് പെട്ടെന്ന് തന്നെ അവളുടെ ബാഗുമായിട്ട് പോകാൻ നിൽക്കുമ്പോൾ അവൻ അവളെ തടയുകയാണ്. എന്നിട്ട് അവളുടെ ഒരു ഷ്രഗ്സ് ഉണ്ടായിരുന്നില്ല വൈറ്റ്, അത് അവൾക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് അവളോട് പൊക്കോളാൻ പറയുകയാണ്. കോൾ അറ്റൻഡ് ചെയ്യുമ്പോൾ നമ്മുടെ പാർക്ക് പറയുകയാണ്, ഇപ്രാവശ്യത്തെ കോള് 10 മിനിറ്റിലും അധികമായി, അതുകൊണ്ട് തന്നെ ലൊക്കേഷൻ കിട്ടി. എന്നിട്ട് ബേക്കിനോട് പറയുന്നുണ്ട് ഷോക്കാവരുതെന്ന് പറഞ്ഞിട്ട്, നിങ്ങൾ നിൽക്കുന്ന അതേ ഹോട്ടലിൽ തന്നെയാണ് 406ൻ്റെ ലൊക്കേഷനും. അതുകൊണ്ട് തന്നെ നിങ്ങളുമായിട്ട് കുറച്ചുകൂടെ ക്ലോസ് ആയിട്ടുള്ള ആൾ തന്നെ ആയിരിക്കണം ഇതെന്ന് പറയാണ് പാർക്ക്. സാറിൻ്റെ അടുത്ത് സസ്പീഷ്യസ് ആയിട്ട് ആരെങ്കിലും നിൽക്കുന്നുണ്ടോ എന്ന് പാർക്ക് ചോദിക്കുമ്പോൾ നമ്മുടെ ബേക്കൊന്ന് നോക്കുന്നുണ്ട് കേട്ടോ. അപ്പം നേരെ കാണുന്നത് നമ്മുടെ ഹീജു ലിഫ്റ്റിൽ കയറാൻ നിൽക്കുകയാണ്. ഒരു ചെറിയ തോട്ട് അവൻ്റെ മൈൻഡിലൂടെ പോകുന്നുണ്ടെങ്കിലും അവൻ സ്വയം പറയുന്നുണ്ട്, ഞാൻ എന്തായി ആലോചിക്കുന്നത്. പെട്ടെന്നാണ് അവന് ഓർമ്മ വരുന്നത്, ഈ സെയിം ലൊക്കേഷനിൽ തന്നെ 406 ഉണ്ട്. അത് അവൻ്റെ വൈഫിന് ഡേഞ്ചറാണ്. ആണെങ്കിൽ ഓടി ലിഫ്റ്റിൽ കയറാൻ പോകുന്നുണ്ടെങ്കിലും ലിഫ്റ്റ് ക്ലോസ് ആവുകയാണ്. അതുകൊണ്ട് തന്നെ 9th ഫ്ലോറിൽ നിന്ന് ഇവൻ സ്റ്റെയേഴ്സ് വഴിയാണ് കേട്ടോ താഴേക്ക് ഇറങ്ങി ഓടുന്നത്. ഹീജു അപ്പോഴേക്കും ഇവൻ്റെ നടക്കുന്ന ഹാളിൻ്റെ അവിടെ എത്തിയിട്ടോ.
അവളാണെങ്കിൽ ഉള്ളിൽ കയറാതെ പുറത്തുള്ള ഓരോ ഫ്ലെക്സ് ഒക്കെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. അപ്പോഴാണ് മദർ ഇൻ ലോ വരുന്നത്. മദർ ഇൻ ലോ ആണെങ്കിൽ എന്താ ഇവിടെ നിൽക്കുന്നത്, ഉള്ളിലേക്ക് കയറുമെന്ന് പറയാണ്. അവൾ അങ്ങനെ തന്നെ അതനുസരിക്കുന്നുമുണ്ട്. എന്നിട്ട് തൊട്ടപ്പുറത്തുള്ള ആ ഒരു ഫോട്ടോയിലേക്ക് മദർ ഇൻ ലോ നോക്കുകയാണ് കേട്ടോ. അതിൽ ഇവളുടെ ഹസ്ബൻഡിൻ്റെ അച്ഛനാണുള്ളത്. പേര് പണ്ടൊരിക്കൽ ഇവളോട് ചോദിച്ചിട്ടുണ്ട്, നിനക്ക് നിന്റെ മകൻ്റെ അമ്മയായിട്ടിരിക്കണോ അതോ എൻ്റെ മരുമകൾ എന്ന ഒരു സ്ഥാനം, ആ ഒരു പദവി നിനക്ക് വേണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഒരു ഭീഷണി പോലെയാണ് കേട്ടോ ചോദിച്ചിരിക്കുന്നത്. ഓർമ്മ വന്ന ഉടനെ ഇവള് പെട്ടെന്ന് വായിലിരുന്ന വൈന് ഇയാളുടെ മുഖത്തേക്ക്, ഈ ഫ്ലക്സിലേക്ക് അങ്ങ് തുപ്പുകയാണ്. അപ്പോഴേക്കും നമ്മുടെ ബേക്സിയോൺ ഓടിയിട്ട് ഹാളിലെത്തി നോക്കുമ്പോൾ ദേ അവൾ അവിടെ ഇരിക്കുന്നുണ്ട്. ഇപ്പോഴാണ് അവന് സമാധാനമായത്. പെട്ടെന്ന് തന്നെ പാർക്കിനെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, ഇന്ന് ഇവിടെ വന്നിട്ടുള്ള ഗസ്റ്റിൻ്റെ ഒക്കെ ലിസ്റ്റ് എടുക്കണം, മാത്രമല്ല വോയിസ് മോഡുലേഷൻ്റെ കാര്യം പെട്ടെന്ന് തന്നെ ശരിയാക്കണം എന്ന് പറയാണ്. ദേ ഇവൻ്റ് ഒക്കെ കഴിഞ്ഞ് രണ്ടുപേരും വീട്ടിലെത്തിയിരിക്കുകയാണ് കേട്ടോ. വീട്ടിലെത്തിക്കഴിഞ്ഞപ്പോൾ അവൻ അവളോട് ചോദിക്കുന്നുണ്ട്, നിന്റെ കാലുമായി ഇന്നും അന്നത്തെ ആ സ്കാറുണ്ടോ, ആ പാടുണ്ടോ എന്ന് ചോദിക്കുകയാണ്. മെല്ലെ അവളുടെ പാവാട നീക്കിയിട്ട് കാൽമുട്ട് നോക്കുകയാണ് കേട്ടോ. അപ്പോൾ പണ്ടത്തെ ഒരു സ്കാർ അവളുടെ കാൽമുട്ടിലുണ്ട്. എന്നിട്ട് ബേക്ക് പറയാണ്, അന്ന് നിന്നെ ഓൾമോസ്റ്റ് ആ നായ കടിക്കേണ്ടതായിരുന്നു, നിന്റെ തൊട്ടടുത്തെത്തിയതായിരുന്നു ആ നായ, എന്നിട്ട് നീ ഒന്ന് ഓളിടുക പോലും ചെയ്തില്ല. ചെറിയ പെൺകുട്ടിക്ക് അങ്ങനെ ഒരു സിറ്റുവേഷനിൽ എങ്ങനെയാ കരയാതിരിക്കാൻ പറ്റുന്നത്, ഒച്ച എങ്ങനെ പുറത്തേക്ക് വിടാതിരിക്കാൻ പറ്റുന്നത് ചോദിക്കുക. എന്തായാലും ഇവൾക്ക് സൗണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഇവന് ഷുവറാണ്. നേരത്തെ ഹിക്കപ്സ് ഒക്കെ കേട്ടല്ലോ. യു ആർ ഇൻക്രെഡിബിൾ ഹീജു എന്ന് പറയാണ്. ഈ സീനിൽ പണ്ടത്തെ ഒരു കാര്യമാണ് കേട്ടോ കാണിക്കുന്നത്. നമ്മുടെ ഹീജു അവളുടെ റൂമിനകത്തിരുന്ന് ഒരു പേപ്പറിൽ നോക്കി ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോഴാണ് പെട്ടെന്ന് അവളുടെ അമ്മ ഷൗട്ട് ചെയ്തിട്ട് അങ്ങോട്ട് വരുന്നത്. അമ്മയുടെ കയ്യിലാണെങ്കിൽ കുറച്ച് പേപ്പേഴ്സും ഉണ്ട്. പേപ്പറിൽ ഇവളെ ന്യൂസ് കാസ്റ്റർ ആവണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ എഴുതിയിരിക്കുന്നത്. ന്യൂസ് കാസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ന്യൂസ് വായിക്കുന്ന ആൾ ക്യാമറയുടെ മുമ്പിൽ പറയുന്നുണ്ട്, നിനക്കൊന്ന് വായ തുറന്ന് സംസാരിക്കാൻ പോലും പറ്റില്ല, പിന്നെ എങ്ങനെയാണ് നീ ന്യൂസ് കാസ്റ്റർ ആവാൻ പോണേ. എന്നിട്ട് ആ പേപ്പേഴ്സ് കൂട്ടി പിടിച്ചിട്ട് അവളുടെ മുഖത്തടിക്കുകയാണ് കേട്ടോ. എന്നിട്ട് അമ്മ വീണ്ടും അവളോട് പറയുന്നുണ്ട്, നിനക്കെന്താ ഞാൻ പറഞ്ഞാൽ മനസ്സിലാവുന്നില്ലേ, നിനക്ക് സംസാരിക്കാൻ പറ്റുന്ന ഹോങ് ഈനയോ അല്ലെങ്കിൽ ചെയർമാനോ അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ വീട്ടിൽ നിന്ന് പുറത്താവും, നീ ഒന്ന് മനസ്സിലാക്കുന്നു പറയാണ്. ഹീജു ആണെങ്കിലോ അമ്മ ദേഷ്യപ്പെട്ട സങ്കടത്തിലും അമ്മ അടിച്ച സങ്കടത്തിലൊക്കെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടുകയാണ് കേട്ടോ. കണ്ണുനീരൊക്കെ നന്നായി ഒഴുകുന്നുണ്ട്, പക്ഷെ ഒരു തരി ശബ്ദം ഇവളുടെ വായെന്ന് വരുന്നില്ല കേട്ടോ. ആണ് പെട്ടെന്ന് ഒരു നായേനെ കണ്ടിട്ട് ഇവള് തിരിഞ്ഞോടാൻ പോകുന്നത്. പക്ഷേ എങ്കിലും തിരിഞ്ഞോടാൻ പറ്റുന്നില്ല, അവള് സ്ലിപ്പായി അവിടെ വീഴുകയാണ് കേട്ടോ. നായ അവളെ കടിച്ചു കടിച്ചില്ല എന്ന സിറ്റുവേഷനിൽ അവൾ കണ്ണു പൊത്താണ്, എങ്കിലും നായ അവളെ കടിക്കുന്നില്ല. കാരണം വേറൊരാൾ വന്നിട്ട് അവൻ്റെ ബാഗ് എറിയാണ് നായ്ക്ക് നേരെ. ഇവളെ രക്ഷിച്ചത് നമ്മുടെ ബേക്സിയോൺ ആണ് കേട്ടോ. ബേക്സിയോണിൻ്റെ ബാഗ് ഉപയോഗിച്ചിട്ടാണ് ബേക്സിയോൺ നായ്ക്ക് നേരെ എറിഞ്ഞത്. എന്നിട്ട് ഇവളെ എഴുന്നേൽപ്പിച്ച് നിർത്തുകയാണ് കേട്ടോ. എന്നിട്ട് ഇവളുടെ മുഖത്ത് നോക്കുമ്പോൾ കവളത്ത് ചുവന്ന പാടൊക്കെ ഇവന് ശരിക്കും കാണാം. ആണെങ്കിൽ ചെറിയൊരു ഉപദേശം അവൾക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ. നിന്റെ മുഖം കണ്ടിട്ട് നായ കാരണം നിനക്ക് ഇത്ര സങ്കടം വന്നേന്ന് തോന്നുന്നില്ല. നമ്മുടെ ഫാമിലി ആണെങ്കിലും ആരാണെങ്കിലും നമ്മൾ ആരെങ്കിലും എന്തെങ്കിലും ചെയ്താൽ തിരിച്ച് റിവഞ്ച് തന്നെ ചെയ്യണമെന്നാണ് ബേക്സിയോൺ ഹീജുവിനെ പറഞ്ഞു കൊടുക്കുന്നത്. അവൾ നേരത്തെ നിലത്ത് വീണപ്പോൾ മുട്ട് പൊട്ടിയിരുന്നു, അതുകൊണ്ട് തന്നെ അവൻ്റെ പുറത്ത് കയറ്റിയിട്ടാണ് കേട്ടോ അവളെ കൊണ്ടുപോകുന്നത്. പോകുമ്പോൾ അവൻ ആകാശം നോക്കിയിട്ട് പറയുന്നുണ്ട് അവളോട്, ഈ ആകാശം നോക്കിയേ നിന്റെ ചുവന്നിരിക്കുന്ന കവള് പോലെ ഉണ്ടെന്ന് പറയാം. ആലോചിച്ചുകൊണ്ടാണ് നമ്മുടെ ഹീജു കൊടുക്കുന്നത്. ഇവനും ഓരോ കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ട് കിടക്കുകയാണ്. പെട്ടെന്ന് തന്നെ അവൻ ഹീജുവിൻ്റെ റൂമിൻ്റെ ഡോർ തുറന്നു അങ്ങോട്ട് ചെല്ലുകയാണ് കേട്ടോ. എന്നിട്ട് ബേക്ക് ഹീജുവിനോട് പറയുന്നുണ്ട്, നീ ഇത്രയും നാളെന്നെ പറ്റിച്ചു. ചെറുപ്പത്തിൽ നിനക്ക് ചിലപ്പോൾ ഒരുപാട് റീസൺസ് ഉണ്ടായിരിക്കാം, പക്ഷെ ഇന്ന് നീ ഒരു ഗ്രോണപ്പാണ്. മാത്രമല്ല നീ ഇന്ന് എൻ്റെ കൂടെയാണ് താമസിക്കുന്നത്, നിന്റെ വീട്ടിൽ കൂടിയല്ല. എന്നോട് എന്തെങ്കിലും ഹൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്നോട് നിനക്ക് തുറന്നു പറയായിരുന്നു. ഹീജു ആണെങ്കിൽ ഇപ്പോഴും ഒന്നും മിണ്ടുന്നില്ല, കാമായിട്ടാണ് നിൽക്കുന്നത്. എന്നിട്ട് അവളുടെ മൊബൈൽ എടുത്തിട്ട് ടൈപ്പ് ചെയ്ത് കാണിച്ചു കൊടുക്കുകയാണ്. എല്ലാവർക്കും അവരുടേതായ സീക്രട്സ് ഉണ്ട്, എന്നോട് പറയാത്ത ഒരുപാട് സീക്രട്സ് ബേക്കിനും ഇല്ലേ എന്ന് ചോദിക്കുകയാണ്. ഈ സീനിൽ നമ്മുടെ ബേക്കിനെ കേട്ടോ കാണിക്കുന്നത്. അവനാണെങ്കിൽ അവൻ്റെ റൂമിൽ നിന്ന് ഓരോന്ന് ആലോചിക്കുകയാണ്, അവളാണെങ്കിൽ അവളുടെ റൂമിൽ കിടന്ന് ഉറങ്ങുകയാണ്. നെക്സ്റ്റ് ഡേ ആയിട്ടോ. ബേക്സിയോണും ടീമും കൂടി ഒരു മീറ്റിംഗ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ചെറിയൊരു ഡിസ്കഷനാണ്. അപ്പോൾ ഈ സൈൻ ലാംഗ്വേജ് ഇൻ്റർപ്രിറ്റ് ചെയ്യാനായിട്ട് സെലക്ട് ചെയ്തിട്ടുള്ള ആൾക്കാരെയൊക്കെ ഇവർ ഇൻഡിവിജ്വൽ ആയിട്ട് അറിയിക്കും. അവരെന്തായാലും നാളെ തൊട്ട് ഓഫീസിൽ വരും, വർക്ക് സ്റ്റാർട്ട് ചെയ്യും. എന്നിട്ട് അവർക്കുള്ള റൂൾസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വായിക്കാൻ തുടങ്ങുകയാണ് കേട്ടോ. ടീമാണെങ്കിൽ നമ്മുടെ ബേക്കിൻ്റെ ഫേസിൽ നോക്കുമ്പോൾ ഇവർക്ക് ഭയങ്കര സ്ട്രെസ് ആവുകയാണ്. കാരണം അവൻ്റെ ഫേസ് കാണുമ്പോൾ അവൻ തീരെ ഹാപ്പി അല്ലാത്ത പോലെയാണ്. അപ്പോൾ ഇവർ വിചാരിക്കുന്നത് ഇവർ ഈ പറയുന്ന റൂൾസിൻ്റെയോ എന്തെങ്കിലും പ്രശ്നമായിരിക്കുന്നു. അപ്പോൾ സ്പെക്സ് പറയുന്നുണ്ട്, ഞങ്ങൾ പറഞ്ഞതിലോ വായിച്ചതിലോ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ പറയണം, എനിക്കും തെറ്റ് പറ്റും എന്ന് പറയണം. ബേക്ക് പറയുന്നുണ്ട്, ഏയ് ഇല്ല, നിങ്ങൾ വായിച്ചതൊക്കെ കറക്റ്റാണ്, എന്തായാലും നമുക്കൊരു ക്വിക്ക് ബ്രേക്ക് എടുക്കാമെന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോവാണ് കേട്ടോ. അങ്ങനെ നെക്സ്റ്റ് സീനിൽ നമ്മുടെ സ്പെക്സ് വാഷ്റൂമിൽ കയറി ഇരുന്നിട്ട് അവൻ്റെ വൈഫുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. വാഷ്റൂമിന് പുറത്തിറങ്ങുമ്പോഴാണ് ഇതെല്ലാം കേട്ടുകൊണ്ട് നിൽക്കുന്ന നമ്മുടെ ബേക്കിനെ അവൻ കാണുന്നത് കേട്ടോ. അപ്പോൾ ബേക്കാണെങ്കിൽ നമുക്കൊന്ന് പുറത്ത് പോയിട്ട് സംസാരിക്കാമെന്ന് പറയുകയാണ്. ഇത് ബേക്ക് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ നിങ്ങളുടെ വൈഫിനോട് എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യുമെന്ന്, എല്ലാതും സംസാരിക്കുമെന്ന്. അപ്പോൾ ഇവൻ പറയുന്നുണ്ട്, ഞാൻ ഫോണിൽ നിങ്ങളെക്കുറിച്ചല്ല സാർ സംസാരിച്ചതെന്ന് പറയുകയാണ്. അപ്പോൾ ബേക്ക് വീണ്ടും ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ മാരിറ്റൽ ലൈഫിൽ നിങ്ങൾ എങ്ങനെയാണ് സീക്രട്ടൊക്കെ കീപ്പ് ചെയ്യാറുണ്ടോ വൈഫിൻ്റെ അടുത്തെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ നമ്മുടെ സ്പെക്സ് പറയുന്നുണ്ട്, ഏയ് അങ്ങനെയൊന്നുമില്ല. എന്താ സാർ, എന്തെങ്കിലും നിങ്ങളുടെ ഭാര്യ നിങ്ങളിൽ നിന്ന് ഒളിക്കുന്നുണ്ടോ?
എമർജൻസി ഫണ്ടെങ്ങാനും ഭാര്യ ഒളിപ്പിച്ച് വെക്കുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ബേക്ക് പറയുന്നുണ്ട്, "ഏയ് അങ്ങനെയുള്ള കാര്യമൊന്നും അല്ലാന്ന്." അപ്പോൾ സ്പെക്സ് പറയുന്നുണ്ട്, "ആ അങ്ങനെയുള്ള കാര്യമൊന്നും അല്ലെങ്കിൽ പിന്നെ അതൊന്നും മൈൻഡ് ചെയ്യാൻ നിൽക്കണ്ട. എല്ലാത്തിനും നമ്മൾ ഓരോ കുറ്റങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കത് ഇഷ്ടപ്പെടില്ല. കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ ഇഗ്നോർ ചെയ്ത് കളയണം. മൈൻഡ് ചെയ്യാൻ പാടില്ല. പിന്നെ മാരേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എഫേർട്ടല്ലേ. സാറിൻ്റെ ടെമ്പറൊക്കെ കുറച്ച് മാറ്റി വെച്ചാൽ അത് നല്ലതായിരിക്കും" എന്ന് പറയാണ് കേട്ടോ സ്പെക്സ്. സമയം നമ്മുടെ ഹീജുവിൻ്റെ ഓഫീസിലാണെങ്കിൽ ഇവള് പാസ്സായോ പാസ്സായോ എന്നിങ്ങനെ നോക്കി നിൽക്കുകയാണ് കേട്ടോ. അപ്പോഴാണ് മെസ്സേജ് വരുന്നത്, ഇവള് പാസ്സായി. നമ്മുടെ ഹീജു ആണെങ്കിൽ മൊത്തത്തിൽ ഷോക്കിലായിരിക്കുന്നത്. ബാക്കി എല്ലാവരും എഴുന്നേറ്റ് നിന്ന് ഇവളെ സപ്പോർട്ട് ചെയ്യാണ്, ഇവളെ കൺഗ്രാജുലേറ്റ് ചെയ്യാണ്. ഇവളെ പെട്ടെന്ന് തന്നെ ഫോൺ എടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് എന്ത് മെസ്സേജ് അയക്കും ഹസ്ബൻഡിന് എന്നൊക്കെ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. എന്നിട്ട് അവളുടെ കൈ തട്ടിയിട്ട് പെട്ടെന്ന് ഒരു ഇമോജി ആട്ടോ സെൻഡ് ആവുന്നത്. ബേക്കാണെങ്കിൽ മീറ്റിംഗ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇവളുടെ ഇമോജിയൊക്കെ വരുന്ന കാണുമ്പോൾ അവൻ അകക്കിളി പോയ പോലെ ആട്ടോ ഇരിക്കുന്നത്. മീറ്റിങ്ങിൽ പറയുന്നതൊന്നും അവൻ്റെ തലയിൽ കൂടെ പോകുന്നില്ല. അങ്ങനെ മീറ്റിംഗ് അവസാനിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇവനാണെങ്കിൽ പറയുന്നുണ്ട്, "ഓ നമുക്കൊരു റിട്രീറ്റ് നടത്താം, അതായത് ഒരു ഡിന്നർ നമുക്ക് ഒരുമിച്ച് ഒരു ദിവസം പോകാമെന്ന്" പറയാണ്. അതും പറഞ്ഞ് അവൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോവുകയാണ് കേട്ടോ. എന്നിട്ട് അവൾക്കും മെസ്സേജ് അയക്കുകയാണ്. എക്സാമിൽ പാസ്സായതിന് അവൾ അപ്രിഷ്യേറ്റ് ചെയ്യാണ് കേട്ടോ. ഹീജു ആണെങ്കിൽ ഇവന് അയച്ച ഇമോജി ഡിലീറ്റ് ചെയ്യണോ വേണ്ടേ എന്നിങ്ങനെ ആലോചിച്ചിരിക്കുന്ന സമയത്താണ് ഇവൻ്റെ മെസ്സേജ് വരുന്നത്, ഇവളെ കൺഗ്രാജുലേറ്റ് ചെയ്തുകൊണ്ട്. അങ്ങനെ നമ്മുടെ ബേക്കും ഒരു 3-4 പേരും ചേർന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടി പോയിരിക്കുക കേട്ടോ. അപ്പോഴും ഇവരൊരുപാട് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. ഈ സമയത്ത് അവളുടെ മെസ്സേജ് വരുന്നുണ്ട് കേട്ടോ. താങ്ക്സ് പറഞ്ഞിട്ടാണ് മെസ്സേജ് വരുന്നത്. അപ്പോൾ അവൻ തിരിച്ച് മെസ്സേജ് അയക്കുന്നുണ്ട്, "അതിൽ എൻ്റെ ഹെൽപ്പ് ഒന്നുമില്ല, സ്പെഷ്യൽ ട്രീറ്റ്മെൻറ്റ് ഒന്നും തന്നെയില്ല, നീ നേടിയെടുത്തതാണ്" എന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജ് തിരിച്ചയക്കുന്നുണ്ട്. ഈജുവിനാണെങ്കിൽ ഇതൊരു ഡൗട്ടും ഉണ്ടായിരുന്നു, ഇനി ഇവൻ കാരണം എങ്ങാനും ആണോ എക്സാം പാസ്സായെന്നൊക്കെ. അപ്പോൾ സ്പെഷ്യൽ ട്രീറ്റ്മെൻറ്റിലൂടെ അല്ലാന്ന് അറിയുമ്പോൾ നമ്മുടെ ഹീജുവിനും സമാധാനമാവുന്നുണ്ട് കേട്ടോ. അവളുടെ സ്വന്തം കഴിവാണല്ലോ. അപ്പോഴാണ് ബേക്ക് ബാക്കിയുള്ളവരോട് ചോദിക്കുന്നത്, "ഈ അടുത്തായിട്ട് ഒരു ജോബ് ഇൻ്റർവ്യൂ പാസ്സായിട്ടുള്ള ഒരാൾക്ക് എന്താണ് ഗിഫ്റ്റ് കൊടുക്കുക എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ സ്പെക്സും ലേഡിയൊക്കെ ഫോണ് അതുപോലെ വേറെ വേറെ ഐറ്റംസ് ഒക്കെ പറയുന്നുണ്ട്. അപ്പം നമ്മുടെ പാർക്ക് പറയാണ്, "ഒരു പുതിയ ജോബല്ലേ, അപ്പോൾ നല്ലൊരു പുതിയ സ്യൂട്ട് വാങ്ങിക്കൊടുത്താൽ നല്ലതായിരിക്കും" എന്ന് പറയാണ്. അങ്ങനെ അവൻ അവൾക്ക് മെസ്സേജ് അയക്കുകയാണ് കേട്ടോ. ഒരു ഷോപ്പിൻ്റെ ലൊക്കേഷൻ അയച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് 6 മണിയാവുമ്പോൾ ഇങ്ങോട്ട് വരാനും അവളെ അറിയിക്കുന്നുണ്ട് ബേക്ക്. അതേസമയം നമ്മുടെ നായുരിയും ജിസാങ്വും കൂടിയിട്ട് പണ്ടത്തെ ഉണ്ടായിരുന്ന ആ ഒരു ഓർഫനേജ് ഇല്ലേ, ആ ഒരു ഓർഫനേജിൻ്റെ അടുത്തൊരു വില്ല ഉണ്ടായിരുന്നില്ലേ, ആ വില്ലയിലേക്കാട്ടോ വന്നിരിക്കുന്നത്. ആ വീട്ടിലിപ്പോൾ അധികം താമസമൊന്നുമില്ല, അടച്ചു പൂട്ടി കിടക്കുകയാണ്. ചുറ്റും ഫെൻസൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു വിധത്തിൽ ഒരു നെറ്റൊക്കെ വലിച്ച് കീറിയിട്ടാണ് ഇവർ അകത്തേക്ക് കയറുന്നത് കേട്ടോ. അപ്പോൾ ഇവൻ പണ്ടത്തെ കുറച്ച് മെമ്മറീസൊക്കെ ഇവളോട് പറയുന്നുണ്ട്. "ഇവിടേക്ക് ഞാൻ എന്നും വന്നിരുന്ന സ്ഥലമാണ്, ഇവിടെ വലിയൊരു പോർട്രേറ്റ് ഒക്കെ ഉണ്ടായിരുന്നു, ഇവിടെ വെച്ചാൽ ഞാൻ ഒരു ആൺകുട്ടീനെ മീറ്റ് ചെയ്തതെന്ന്" പറഞ്ഞിട്ട് ഇവർ കളിക്കാറുള്ള ആ ഒരു റൂമിലേക്ക് പോവാണ് കേട്ടോ. പണ്ടൊരിക്കൽ ഈ വീട്ടിലേക്ക് ജിസാങ്വു കളിക്കാൻ വന്നപ്പോൾ ഒരു പൂച്ചക്കുട്ടീനെ ഇവനിങ്ങനെ പെറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ മാസ്ക് വെച്ച പയ്യൻ വന്നിട്ട് പറഞ്ഞു, "നമുക്ക് ഈ കത്തി കൊണ്ട് ആദ്യം ഇതിൻ്റെ വയറ് കീറാം, പിന്നെ കാല് കീറാം, പിന്നെ കൈ കീറാം, ലാസ്റ്റ് നമുക്ക് ഇതിൻ്റെ തല കീറാം" എന്ന് പറയാണ് കേട്ടോ. ഇത് കാണിക്കുന്നത് അവൻ കത്തി ഉയർത്തുന്ന ഒരു നിഴലാണ്, ഒരു ഷാഡോ ആണ് കേട്ടോ. ഇത് കണ്ട് പേടിച്ചിട്ട് നമ്മുടെ ജിസാങ്വു ഇവിടുന്ന് ഓടിപ്പോവുകയാണ് പുറത്തേക്ക്. അപ്പം നായര് ചോദിക്കുന്നുണ്ട്, "അല്ല എന്തുകൊണ്ടാണ് ഈ ഒരു കേസിനോട് ഇത്ര ഇൻട്രസ്റ്റ്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇത്ര വർഷം ഈ ഒരു കേസിൻ്റെ കാര്യം നിങ്ങളുടെ യൂട്യൂബ് ചാനലൊന്നും പറയാതിരുന്നതെന്ന്" ചോദിക്കുകയാണ്. അപ്പോൾ അവൻ പറയുന്നുണ്ട്, "ഈ ഓർഫനേജിൽ നിന്ന് അഡോപ്റ്റായി പോയിട്ടുള്ള പിള്ളേരൊക്കെ 1-2 ആഴ്ച കഴിയുമ്പോൾ മിസ്സായി പോയിട്ടുണ്ട് അഡോപ്റ്റ് ആയതിനു ശേഷം. ഒരു മാൻഷനിലേക്ക് ആദ്യം വന്നത് ഞാനാണ്, അതിനുശേഷം ഞാനാണ് ബാക്കിയുള്ള ഫ്രണ്ട്സിനെയൊക്കെ ഈ ഒരു മാൻഷൻ്റെ കാര്യം പറഞ്ഞത്. ഈ കേസ് ഇപ്പോഴും അൺസോൾവ് ആണ്, ഇതുവരെ ആർക്കും ഇത് സോൾവ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ എനിക്ക് എൻ്റെ ചാനലിന് അത്യാവശ്യം റീച്ചും സബ്സ്ക്രൈബേഴ്സൊക്കെ കിട്ടിയതിന് ശേഷം ഈ ഒരു കേസിനെ കുറിച്ച് പബ്ലിക്കിനോട് പറയണമെന്നായിരുന്നു. അങ്ങനെ ഒരുപാട് പേരിലേക്ക് ഈ ഒരു ന്യൂസ് എത്തിക്കാൻ പറ്റും, ചിലപ്പോൾ സോൾവ് ചെയ്യാനും പറ്റും." അപ്പോഴാണ് നമ്മുടെ നായുരിക്ക് മെസ്സേജ് വരുന്നത് കേട്ടോ. നമ്മുടെ ഹീജുവിന് പ്രസിഡൻഷ്യൽ ഓഫീസിൽ ഇൻ്റർപ്രറ്റർ ആയിട്ടുള്ള ആ ഒരു എക്സാം പാസ്സായി എന്ന് പറഞ്ഞിട്ടുള്ള മെസ്സേജ്. നായുരി ആണെങ്കിൽ ഒരുപാട് ഹാപ്പി ആവുന്നുണ്ട് കേട്ടോ നമ്മുടെ ഹീജുവിൻ്റെ കാര്യത്തിൽ. അവൾ എന്നിട്ട് ഇവനോട് പറയുന്നുണ്ട്, "ബേക്ക് നാളെ ഒരു ദിവസം നിന്നെക്കുറിച്ച് എന്നോട് അന്വേഷിച്ചു, അപ്പം ഞാൻ അറിയാതെ നീ ഓർഫനേജിലാണ് വളർന്നതെന്നുള്ള കാര്യം അറിയാതെ എൻ്റെ വായിന്ന് പുറത്തു പോയി" എന്ന് പറയാണ്. അങ്ങനെ നമ്മുടെ ഹീജു ബേക്ക് അയച്ചു കൊടുത്ത ആ ഒരു ലൊക്കേഷനിലേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവിടുത്തെ സ്റ്റാഫ് ആണെങ്കിൽ ഒരുപാട് പുതിയ കളക്ഷനൊക്കെ ഇവൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരു സ്യൂട്ട് എടുത്തിട്ട് ട്രൈ ചെയ്യാൻ കയറുകയാണ് കേട്ടോ. അപ്പോഴേക്കും ഇതേ ലൊക്കേഷനിലേക്ക് ഇവളുടെ സിസ്റ്റർ ഈനയും എത്തുന്നുണ്ട്. ഈനയാണെങ്കിൽ ഒരു പുതിയ ഡ്രസ്സ് കണ്ടിട്ട് അത് ട്രൈ ചെയ്യാൻ വേണ്ടി കയറുകയാണ്. ആ സമയത്താണ് പുറത്ത് നമ്മുടെ ബേക്കും വരുന്നത് കേട്ടോ. അപ്പോൾ ബേക്കും ഇവളുടെ ആ ഒരു ഫിറ്റിംഗ് ഒക്കെ കണ്ടിട്ട് നന്നായിട്ടുണ്ട് ഡ്രസ്സ് എന്നൊക്കെ പറഞ്ഞ് ഇവളെ അപ്രിഷ്യേറ്റ് ചെയ്യുന്നുണ്ട്. നേരത്തെ ഈനയ്ക്ക് ഇഷ്ടപ്പെട്ട അതേ ഡ്രസ്സ് നമ്മുടെ ബേക്കിനും ഇഷ്ടപ്പെടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ബേക്ക് ഇവളോട് അത് എടുക്കാൻ പറയുന്നുണ്ടെങ്കിലും ഇവൾക്കത് വേണ്ട, ഇവൾക്ക് വലിയ താല്പര്യമില്ല ആ ഡ്രസ്സ് പർച്ചേസ് ചെയ്യാനായിട്ട്. അങ്ങനെ ഇവർ ആ സ്യൂട്ട് വാങ്ങിയിട്ട് അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇവർ പോയതിൻ്റെ പുറകെ നമ്മുടെ ഈന പുറത്തേക്ക് വരുന്നുണ്ട്. ഇവരുടെ ശബ്ദം കേട്ടിട്ടാണോ അല്ലേന്നറിയില്ല, അവൾ ഒരു സൈഡിലേക്കൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ നമ്മുടെ ഈന അവിടെ ആരെയും കാണുന്നില്ല. സ്റ്റോറിന് പുറത്തെത്തിയതിന് ശേഷം ബേക്ക് ചോദിക്കുന്നുണ്ട്, "ആ ഡ്രസ്സ് നിനക്ക് ഇഷ്ടപ്പെട്ടില്ലേന്ന്?" അപ്പോൾ അവൾ ആദ്യം ടൈപ്പ് ചെയ്യുന്നുണ്ട് അത് ഭയങ്കര ഫ്ലാഷി ആണെന്ന്, എനിക്ക് സ്യൂട്ട് ആവില്ല എന്ന്. പക്ഷേ അവൻ എന്നിട്ട് കാണിച്ചു കൊടുക്കുന്ന മെസ്സേജ് വേറെയാണ്.
ആ ഡ്രസ്സ് ഇട്ടിട്ട് ഞാൻ എങ്ങോട്ടും പോവാനൊന്നും നിൽക്കുന്നില്ലല്ലോ. പുറത്തേക്കൊന്നും ഇനിയിപ്പോൾ ഞാൻ പോകുന്നില്ലല്ലോ എന്നാണ് പറയുന്നത്. അപ്പോഴാണ് പെട്ടെന്ന് ഇവൻ്റെ ഓപ്പോസിറ്റിൽ ഇവൻ നല്ലൊരു ക്യൂട്ടായിട്ടുള്ളൊരു ഡ്രസ്സ് കാണുന്നത് കേട്ടോ. അത് കാണുമ്പോൾ നമ്മുടെ ഹീജുവിനും നന്നായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഹീജുവിനെയും കൊണ്ട് ആ ഒരു ഡ്രസ്സ് ട്രൈ ചെയ്യാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. ഈ ഒരു സ്റ്റോറിലിരിക്കുമ്പോൾ പാർക്കിൻ്റെ കോള് വരുന്നുണ്ട് കേട്ടോ ഇവന്. അപ്പോൾ പാർക്ക് പറയുന്നുണ്ട് വോയിസ് മോഡുലേഷനൊക്കെ നോക്കിയപ്പോൾ അതൊരു ലേഡിയുടെ വോയിസാണ്. ലേഡിയുടെ വോയിസാന്ന് കേൾക്കുമ്പോൾ ബേക്ക് പറയുന്നുണ്ട്, ഏയ് അതാവാൻ ചാൻസ് ഇല്ല, ഒരു രീതിയിലും ചാൻസ് ഇല്ല, അതെന്തെങ്കിലും ടെക്നോളജി ആവാനേ ചാൻസ് ഉള്ളൂ, നീ ഒന്നുകൂടെ ട്രൈ ചെയ്യാൻ പറയണം. അപ്പോഴേക്കും നമ്മുടെ ഹീജു ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് വരികയാണ് കേട്ടോ. നല്ല രസമുണ്ട്, നല്ല ക്യൂട്ടാട്ടോ കാണാനായിട്ട്. അങ്ങനെ ഈ ഡ്രസ്സൊക്കെ ഇട്ടതിന് ശേഷം ഇവർ രണ്ടുപേരും ഇവിടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. ഇവർ രണ്ടുപേരും സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നത് പുറത്തുള്ള ഗ്ലാസ്സിലൂടെ നമ്മുടെ ഹോങ് ഈനെ കാണുന്നുണ്ട്. അങ്ങനെ ഡ്രസ്സൊക്കെ പർച്ചേസ് ചെയ്തതിന് ശേഷം രണ്ടുപേരും കൂടിയിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നിരിക്കുക കേട്ടോ. അപ്പോഴാണ് ഇവൾക്ക് പുതിയ ജോബ് കിട്ടിയതിൽ ഇവൾ അപ്രിഷ്യേറ്റ് ചെയ്തോട്ടുള്ള നമ്മുടെ ജിസാങ്‌വൂൻ്റെ മെസ്സേജ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇവളെന്താ റിപ്ലൈ അയക്കുന്നതെന്നൊക്കെ അവനും നോക്കുന്നുണ്ട്. സാങ്വു പറയുന്നുണ്ട്, നായൂരി ഇപ്പോൾ എൻ്റെ കൂടെ ഉണ്ട്, നമുക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ച് കൂടാം, എന്തായാലും ഒരു പുതിയ ജോലിക്ക് കയറിയതല്ലേ, എൻ്റെ വക ഒരു കൺഗ്രാജുലേഷൻ ആയിക്കോട്ടെ എന്ന് പറയാണ്. ഈജു ആണെങ്കിൽ ഞാൻ പിന്നെ വരാമെന്ന് മെസ്സേജ് അയക്കുമ്പോഴേക്കും നമ്മുടെ ബേക്ക് പറയാണ്, വേണ്ട ഇപ്പം തന്നെ പോവാം, നമുക്ക് ഒരുമിച്ച് പോവാമെന്ന് പറയാണ്. അങ്ങനെ ഇവരെല്ലാവരും കൂടി മീറ്റ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ ഇവിടെ വെച്ചിട്ട് വീണ്ടും നമ്മുടെ ബേക്കും ജിസാങ്കുവിനും ഇടയിൽ ചെറിയൊരു ആർഗ്യുമെൻ്റ് ഒക്കെ വരുന്നുണ്ട്. ജിസാങ്കു അപ്പോൾ ചോദിക്കുന്നുണ്ട്, സംഭവം ശരിയാണ്, നിനക്ക് പുതിയ നല്ലൊരു ജോബൊക്കെ കിട്ടി, പക്ഷേ ഇതായിരുന്നില്ലല്ലോ നിൻ്റെ ആ ഒരു ആഗ്രഹം, പാഷൻ എന്ന് പറയുന്നതെന്ന് ചോദിക്കുകയാണ്. അതായത് ഇവളുടെ മെയിൻ ആഗ്രഹം ഒരു ന്യൂസ് കാസ്റ്റർ ആവണം എന്നായിരുന്നു. പണ്ടൊരിക്കൽ ഈ ഒരു എഫ് എം സ്റ്റേഷൻ, കോളേജിൻ്റെ എഫ് എം സ്റ്റേഷനിൽ വരുമ്പോഴാണ് ഇവനെ മീറ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇവളൊരു ഹെഡ്ഫോണൊക്കെ വെച്ച് ഇങ്ങനെ പാട്ട് കേട്ട് നിൽക്കുമ്പോഴാണ് ഉറങ്ങിക്കൊണ്ടിരുന്ന നമ്മുടെ ജിസാങ്കു എഴുന്നേറ്റ് ഇവൾ ഈ ഡാൻസ് വെച്ച് ചെറുതായിട്ട് സ്റ്റെപ്പ് ചെയ്യുന്നതൊക്കെ ഇവൻ കാണുന്നത് കേട്ടോ. അങ്ങനെയാണ് ഇവർ രണ്ടുപേരും മീറ്റ് ചെയ്യുന്നത്. ജിസാങ്കുവിനാണെങ്കിൽ അന്ന് തന്നെ ഇവളെ ഒരുപാട് അഡോർ ചെയ്തിട്ടാണ് നോക്കുന്നത്. പണ്ടത്തെ ഈ കാര്യം കേൾക്കുമ്പോൾ നമ്മുടെ ബേക്കിന് തീരെ ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. അപ്പോൾ ബേക്ക് ചോദിക്കുന്നുണ്ട്, അല്ല പണ്ടത്തെ കാര്യമൊക്കെ ഇപ്പോൾ ഇങ്ങനെ പറയേണ്ട ഒരു കാര്യം എന്താ, ആവശ്യം എന്താണെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ജിസാങ്കു ചോദിക്കുകയാണ്, അല്ല ബേക്ക് നിങ്ങൾ എന്നെക്കുറിച്ച് അന്വേഷിച്ചു എന്ന് കേട്ടല്ലോ, നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കണമെങ്കിൽ എന്നോട് ചോദിച്ചോളൂ, ഞാൻ പറയാം എന്നൊക്കെ പറയാണ് കേട്ടോ. അതങ്ങനെ ഒരു ആർഗ്യുമെൻറ്റിലേക്ക് പോവുകയാണ്. ഇതൊക്കെ കേട്ടിട്ട് ദേഷ്യം വന്നിട്ട് നമ്മുടെ ഹീജു സൈൻ ലാംഗ്വേജിൽ ചീത്ത പറയാണ് കേട്ടോ ഇവരെ രണ്ടുപേരെയും. എന്നിട്ട് അവൾ അവിടെ നിന്ന് എഴുന്നേറ്റ് പോവുകയാണ്. അവൾ എഴുന്നേറ്റ് പോയതിൻ്റെ പുറകെ നമ്മുടെ ബേക്കും എഴുന്നേറ്റ് പോകുന്നുണ്ട് കേട്ടോ. ഹീജു ആണെങ്കിൽ വാഷ്റൂമിലെത്തുമ്പോൾ അവൾക്ക് നമ്മുടെ ഹോങ് ഈനയുടെ ഒരു മെസ്സേജ് വരുന്നുണ്ട്. ഞാൻ നാട്ടിൽ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെസ്സേജാണ്, ഹായ് ഒക്കെ പറഞ്ഞുകൊണ്ടുള്ളൊരു മെസ്സേജ്. ഹീജുവിനെ ഇവിടെ കാണാത്തത് കൊണ്ട് തന്നെ ഇവൻ പുറത്തേക്ക് ഇറങ്ങാണ് കേട്ടോ ഹോട്ടലിൻ്റെ. അപ്പോഴാണ് രണ്ട് പിള്ളേർ കൈയൊക്കെ പിടിച്ചിട്ട് റോഡിൻ്റെ സൈഡിലൂടെ ഇങ്ങനെ നടന്നു പോകുന്നത് ഇവൻ നോട്ട് ചെയ്യുന്നത്. അപ്പോൾ തന്നെ ഇവന് മുൻപത്തെ ഒരു മെമ്മറി ഇവനിലേക്ക് വരികയാണ്. അതായത് ഹോങ് ഈനയ്ക്ക് മാത്സ് പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവൻ പണ്ട് ഇവരുടെ വീട്ടിലേക്ക് വരുമായിരുന്നു. അപ്പോൾ ഇവൻ ചോദിക്കുന്നുണ്ട്, നിനക്ക് ചെവി കേൾക്കില്ലെങ്കിൽ ഹിയറിംഗ് എയ്ഡ്സ് യൂസ് ചെയ്തുകൂടെ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. ഇവൻ പറയുന്നതൊക്കെ എഴുതി കാണിച്ചു കൊടുക്കാൻ തൊട്ടടുത്ത് നമ്മുടെ ഹീജു ഇരിക്കുന്നുണ്ട്. ഇവനാണെങ്കിൽ റൂഡായിട്ടാണ് പറയുന്നത്, പക്ഷെ നമ്മുടെ ഹീജു സോഫ്റ്റ് ആയിട്ട് എഴുതി കാണിച്ചു കൊടുക്കാറ് കേട്ടോ ഹോങ് ഈനയ്ക്ക്. അതായത് നമുക്ക് ഒരുമിച്ച് ഇനിയോട്ട് പഠിക്കാം എന്നാണ് അവൻ പറയുന്നത് എന്നാണ് ഇവൾ എഴുതി കാണിച്ചു കൊടുക്കുന്നത്. പഠിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ നമ്മുടെ ഹോങ് ഈന ഉറങ്ങിയൊക്കെ പോകുന്നുണ്ട് കേട്ടോ. അവൾ ചെയ്തു വെച്ചിട്ടുള്ള മാത്സ് ആണെങ്കിൽ ഫുൾ തെറ്റാണ് ഇവന് നടന്നത്. അപ്പോൾ ഹോങ് ഈന ഉറങ്ങുന്ന കാണുമ്പോൾ ഹീജു മെല്ലെ തോണ്ടി എഴുന്നേൽപ്പിക്കുന്നുണ്ട്. ഇവൻ എന്നിട്ട് നമ്മുടെ ഈനേനോട് പറയുന്നുണ്ട്, ഇനി ശരിക്കും എഴുതിയില്ലെങ്കിൽ ഇവിടെ ഗ്ലാസ്സിലിരിക്കുന്ന വെള്ളം നിന്റെ തലയിലേക്ക് ഞാൻ ഒഴിക്കുന്ന പറയുന്നത്. ഇവൻ പറയുന്നത് എഴുതി കാണിക്കുന്ന നമ്മുടെ ഹോങ് ഹീജു ആണെങ്കിൽ ഭയങ്കര സോഫ്റ്റ് ആയിട്ട് കുറച്ചുകൂടെ ബെറ്റർ ആവാനുണ്ട് എന്നാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ ഹീജു ഈ എഴുതി കാണിക്കുന്നത് എന്താണെന്ന് അറിയാൻ ഇവൻ പെട്ടെന്ന് വാങ്ങി നോക്കുന്നുണ്ട്. ഇതൊക്കെ ആലോചിച്ച് നിൽക്കുന്ന ടൈമിലാണ് നമ്മുടെ 406ൻ്റെ കോള് വരുന്നത് കേട്ടോ. അപ്പോൾ ഇവൻ നിൽക്കുന്ന റോഡിൻ്റെ ഓപ്പോസിറ്റ് ഒരു സ്ഥലത്തിരുന്നിട്ടാണ് നമ്മുടെ ഹോങ് ഹീജു സംസാരിക്കുന്നത് 406 ഫോണിലൂടെ. ഹീജുവിൻ്റെ ഫ്രണ്ടിലായിട്ട് ഒരു വണ്ടി വന്ന് പാർക്ക് ചെയ്യാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഹീജുവിനെ ബേക്ക് കാണുന്നില്ല. നമ്മുടെ 406 ചോദിക്കുകയാണ്, ഹോങ് ഈവന് വന്നു കഴിഞ്ഞാൽ നീ ഇപ്പോൾ ഉള്ള നിൻ്റെ വൈഫിനെ ഉപേക്ഷിക്കില്ലേ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ നായകൻ പറയുന്നുണ്ട്, എന്തിന്, ഞാൻ അവളെ ഉപേക്ഷിക്കില്ല, എൻ്റെ യഥാർത്ഥ ഫീലിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവൻ റോഡ് ക്രോസ് ചെയ്യാൻ നിൽക്കുകയാണ്. അപ്പോൾ നമ്മുടെ 406 പറയുന്നുണ്ട്, നീ എന്തായാലും അവളെ ലവ് ഒന്നും ചെയ്യുന്നില്ല, അപ്പോൾ പിന്നെ അവളെ ഫ്രീ ആക്കി വിട്ടുകൂടെ എന്ന് ചോദിക്കുകയാണ്. അപ്പോഴാണ് ക്രോസ് ചെയ്യാനുള്ള സിഗ്നൽ വന്നത് ഇവൻ കാണുന്നത് കേട്ടോ. ഇവൻ പെട്ടെന്ന് തന്നെ റോഡ് ക്രോസ് ചെയ്യാണ്. ആ സമയത്താണ് പെട്ടെന്ന് ഇവൻ്റെ നേർക്ക് ഒരു കാറ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇവൻ്റെ നേർക്ക് കാറ് വരുമ്പോൾ പെട്ടെന്ന് തന്നെ നമ്മുടെ ഹീജു ഓടിയിട്ട് ഇവൻ്റെ പേര് വിളിക്കുകയാണ് കേട്ടോ. ബേക്ക് എന്ന് പറഞ്ഞിട്ട് ഇവനെ തള്ളി മാറ്റുകയാണ് ഓടിച്ചെന്നിട്ട്. അങ്ങനെ നമ്മുടെ ഹീജു ഓടി വന്ന് തള്ളി മാറ്റിയത് കൊണ്ട് അവനെ കാറിടിക്കുന്നില്ല. ഹീജുവിൻ്റെ കയ്യിലാണെങ്കിൽ ചെറുതായിട്ട് സ്ക്രാച്ചസ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവൻ ചീത്ത പറയാണ്, നിന്നോട് ഞാൻ ഒരുപാട് തവണ പറഞ്ഞിട്ടില്ലേ കൈ ശ്രദ്ധിക്കണമെന്ന്, നീ ജോലി ചെയ്യുന്നത് നിൻ്റെ കൈ ഉപയോഗിച്ചിട്ടാണ്, അപ്പോൾ ശ്രദ്ധിക്കണം എന്നൊക്കെ പറയുകയാണ്. അപ്പോഴാണ് ഇവൻ പെട്ടെന്ന് ആലോചിക്കുന്നത്, അല്ല നീ നേരത്തെ തന്നെ എൻ്റെ പേര് വിളിച്ചില്ലേ, നീ എന്നെ എൻ്റെ പേര് തന്നെയല്ലേ വിളിച്ചേ എന്ന് പറഞ്ഞിട്ട് ഇവൻ ഒന്ന് ആലോചിച്ച് നോക്കുകയാണ് കേട്ടോ. അപ്പോൾ ആലോചിക്കുമ്പോൾ എന്താ ശരിക്കും അവൾ പേര് വിളിച്ചിട്ടുണ്ട്, ബേക്സിയോൺ എന്ന് പറഞ്ഞിട്ട് ഉറക്കെ വിളിച്ചിട്ടുണ്ട് പേര്.
നേരത്തെ ഫോർനോട്ടിക്സിനോട് സംസാരിച്ചപ്പോൾ ഇവൻ പറഞ്ഞിരുന്നു, ഞാൻ ആലോചിച്ച് എനിക്ക് ആകെ കൂടി എത്തിയത് ഹീജുവിൻ്റെ കാര്യത്തിൽ അവളുടെ സിസ്റ്ററിന് ഇങ്ങനൊരു ഇഷ്യൂ ഉള്ളതുകൊണ്ട് അവൾ മിണ്ടാണ്ട് നിൽക്കുന്നതാണ്. അവളുടെ അമ്മ കാരണം അവൾ മിണ്ടാണ്ട് നിൽക്കുന്നതാണെന്ന് എനിക്ക് തോന്നുന്നത്. ഇത്രയും റിഡിക്കുലസ് ആയിട്ടുള്ള കാര്യം മാത്രമേ എനിക്ക് കിട്ടിയുള്ളൂ എന്ന് പറയാണ്. കാര്യം തൊട്ട് മുമ്പ് നമ്മുടെ 406 നമ്മുടെ ബേക്ക് സംസാരിച്ചതാണ് കേട്ടോ. സമയം നമ്മുടെ ഹോങ് ഈനാണെങ്കിൽ ഇവരുടെ രണ്ടുപേരുടെയും ഫോട്ടോസിലേക്കൊക്കെ ഇങ്ങനെ നോക്കുകയാണ്. എന്തൊക്കെയോ കാര്യങ്ങളും അവളിങ്ങനെ ആലോചിക്കുന്നുണ്ട്. നേരത്തെ ഇവർ രണ്ടുപേരും ഒരുമിച്ച് നിൽക്കുന്നതൊക്കെ ഇവൾ കണ്ടല്ലോ. അതൊക്കെ ആലോചിച്ചിങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ നമ്മുടെ ഹോങ് ഈന. ടീച്ചു ആണെങ്കിൽ അവളുടെ വീട്ടിലെത്തി ഡ്രസ്സൊക്കെ എടുത്തു വെക്കുന്ന ടൈമിലാണ് അവൾക്കൊരു കോൾ വരുന്നത്. ഈ കോൾ ആരുടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കിഡ്നാപ്പറിൻ്റെ അല്ലെങ്കിൽ ആ കൊലയാളിയുടെയാണ്. നെക്സ്റ്റ് സീനിൽ പുതിയ എംപ്ലോയീസിനെ, അതായത് പുതിയ ഇൻ്റർപ്രിറ്റേഴ്സില്ലേ, അവരെയൊക്കെ അപ്രീഷിയേറ്റ് ചെയ്യുന്നതാണ് കേട്ടോ കാണിക്കുന്നത്. ഓങ് ഹീജുവിന് സംസാരിക്കാൻ അറിയില്ല എന്നറിയുമ്പോൾ ചോദിക്കുന്നുണ്ട്, അല്ല അപ്പോൾ എങ്ങനെയാ ഇവള് പറയുന്നതൊക്കെ ശരിയാണെന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റുമെന്ന് ചോദിക്കുകയാണ്. അപ്പം നമ്മുടെ ബേക്ക് പറയുന്നുണ്ട്, ഞാൻ ഇത് എന്തായാലും സൈൻ ലാംഗ്വേജ് പഠിക്കാൻ തീരുമാനിച്ചു, അങ്ങനെയാണെങ്കിൽ ഇവള് പറയുന്നതൊക്കെ ശരിയായിരിക്കും, ബാക്കിയുള്ള ഇൻ്റർപ്രിറ്റേഴ്സ് പറയുന്നത് ശരിയായിരിക്കും എന്ന് കൺഫേം ചെയ്യാമല്ലോ എന്ന് പറയുകയാണ്. അങ്ങനെ നമ്മുടെ ഹോങ് ഹീജും ബേക്കും ചേർന്ന് സൈൻ ലാംഗ്വേജ് പഠിക്കാൻ കേട്ടോ. ബേക്കിനെ പഠിപ്പിക്കുന്നത് നമ്മുടെ ഹോങ് ഹീജു തന്നെയാണ്. അങ്ങനെ ഓരോ വേർഡ്സ് ഒക്കെ ആയിട്ട് ഓരോ ദിവസം ഇവർ പഠനം സ്റ്റാർട്ട് ചെയ്യാണ്. ഫസ്റ്റൊക്കെ തെറ്റിക്കുന്നുണ്ടെങ്കിലും പിന്നെ പിന്നെ ശരിയായി വരുന്നുണ്ട് കേട്ടോ. അവൾ ഭയങ്കര സമാധാനത്തോടു കൂടി വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കാണിച്ചു കൊടുക്കുന്നുണ്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, എങ്ങനെയൊക്കെയാണ് സിമ്പിൾസ് എന്ന്. നെക്സ്റ്റ് സീനിൽ നമ്മുടെ ബേക്കിൻ്റെ സ്റ്റാഫ് എല്ലാവരും ചേർന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇവൻ മുൻപൊരു ദിവസം പറഞ്ഞിരുന്നല്ലോ ഒരു ദിവസം നമുക്ക് ഡിന്നറിന് ഒരുമിച്ച് കൂടാന്ന്. ആ ഡിന്നറാട്ടോ ഇത്. ഇവിടെ ഡിന്നറിന് നമ്മുടെ പോർക്ക് റിബ്സും അങ്ങനെയുള്ള എല്ലാ മീറ്റൊക്കെ വേവിക്കുന്നതൊക്കെ നമ്മുടെ നായകനാണ് കേട്ടോ. അപ്പോൾ ഇവൻ്റെ ആ ഒരു സ്പീഡും സ്കില്ലൊക്കെ കണ്ടിട്ട് എല്ലാ എംപ്ലോയീസും ഭയങ്കര ഇമ്പ്രസ്ഡ് ആവുകയാണ് കേട്ടോ. അങ്ങനെ ഇവരെല്ലാവരും ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ പാർക്ക് ബേക്കിൻ്റെ അടുത്ത് വന്നിട്ട് ബേക്കിനെ വിളിച്ച് പുറത്തേക്ക് പോകുന്നത് കേട്ടോ. മുൻപത്തെ വോയിസ് ഇവരൊന്നുകൂടെ അനലൈസ് ചെയ്തു. അപ്പോൾ അതൊരു വുമൺ തന്നെയാണ്. ചെറിയ രീതിയിൽ വോയിസ് കേൾക്കാനും പറ്റും. ഒരു 20s ഉള്ളിൽ നിൽക്കുന്ന ഒരു ലേഡിയുടെ വോയിസാണ്. അതേസമയം നമ്മുടെ ഹീജു ആണെങ്കിൽ വാഷ്റൂമിലേക്ക് പോയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവൾ ഭയങ്കര ടെൻഷനിലാണ്, ഭയങ്കര സ്ട്രെസ്ഡാണ്. കാര്യം വേറൊന്നുമല്ല, നമ്മുടെ 406 പറഞ്ഞ കാര്യങ്ങൾ, നമ്മുടെ റിയൽ കിഡ്നാപ്പർ പറഞ്ഞ കാര്യങ്ങളാണ്. ഇവള് നേരത്തെ കോള് അറ്റൻഡ് ചെയ്ത വഴിക്ക് ഇവളോട് ചോദിക്കുന്നത് സിസ്റ്ററിനൊന്നും പറ്റിയില്ലല്ലോ സിസ്റ്റർ എന്നാണ് കേട്ടോ. അതായത് നേരത്തെ ഒരു വണ്ടി ഇടിക്കാൻ വന്നില്ലേ നമ്മുടെ ബൈക്കിനെ, അത് ഇവൻ തന്നെയാണ് ഡ്രൈവ് ചെയ്തിരുന്നത്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, അല്ല സിസ്റ്റർ ഇത്ര നാൾ ഡിവോഴ്സ് എന്ന് പറഞ്ഞിട്ട് അവൻ്റെ മേലെ ഒരു വണ്ടി ചെന്നപ്പോൾ ഓടിപ്പോയി അവനെ രക്ഷിച്ചല്ലോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഡിവോഴ്സ് ചെയ്യാൻ അത്ര താല്പര്യമൊന്നുമില്ലാലേ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഹീജു ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്തിനാ ഇപ്പം ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്നാണ് ചോദിക്കുന്നത്. അപ്പം അയാൾ പറയുന്നുണ്ട്, എനിക്ക് നിൻ്റെ ഹസ്ബൻഡിൻ്റെ, അതായത് ബേക്കിൻ്റെ നാശം കാരണം അത് കണ്ടിട്ട് ഞാൻ പോകുമെന്നാട്ടോ പറയുന്നത്. അതേസമയം നമ്മുടെ ബേക്കാണെങ്കിൽ പാർക്കിൻ്റെ ടീം അനലൈസ് ചെയ്ത് കൊണ്ടുവന്ന ആ റിയൽ വോയിസ് കേൾക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് കേൾക്കുമ്പോൾ ശരിക്കും ഒരു സ്ത്രീയുടെ വോയിസ് തന്നെയാണ്. മാത്രമല്ല ഒരുപാട് ക്ലാരിറ്റി ഒന്നുമില്ലെങ്കിലും ഇവൻ്റെ വൈഫിൻ്റെ പോലത്തെ അതേ വോയിസ് തന്നെയാണ്. അപ്പോഴാണ് വാഷ്റൂമിൽ നിന്ന് നമ്മുടെ ഹീജു ഇറങ്ങി വരുന്നത് ബേക്ക് കാണുന്നത് കേട്ടോ. അപ്പോൾ തന്നെ അവൻ മുൻപത്തെ കുറച്ച് കാര്യങ്ങൾ ആലോചിക്കുകയാണ്. അതായത് മുൻപ് ഒരു ദിവസം പറഞ്ഞില്ലേ നിങ്ങൾ രണ്ടുപേരും സെയിം ലൊക്കേഷനിലായിരുന്നു എന്ന്. അന്ന് ഇവൻ്റെ തൊട്ടടുത്തുണ്ടായിരുന്നത് നമ്മുടെ ഹീജു മാത്രമായിരുന്നു. മാത്രമല്ല പോലീസ് എന്ന് പറഞ്ഞല്ലോ, ഇവളുടെ വായിന്ന് വോയിസ് വന്നു, ഇവളാണ് കാർ നിർത്താൻ പറഞ്ഞതെന്ന്. അതൊക്കെ കണ്ടിട്ടും ഇവൻ വിശ്വസിച്ചിരുന്നില്ല. ഇപ്പോൾ ഏകദേശം വിശ്വാസമായി തുടങ്ങിയിട്ടുണ്ട് അവൾ തന്നെയാണെന്ന് കേട്ടോ. അങ്ങനെ ഇതൊക്കെ ആലോചിച്ച് ടെൻഷൻ അടിച്ചിട്ട് വരികയാണ്. ലാസ്റ്റ് ഒരുപാട് ഡ്രങ്കണായിട്ടാട്ടോ അവനെ കാറിൽ കയറ്റി വിടുന്നത് എല്ലാ എംപ്ലോയീസും ചേർന്ന്. ഹീജു ആണെങ്കിൽ തൊട്ടു പുറകെ ഒരു ടാക്സിയൊക്കെ വിളിച്ച് ചെല്ലുന്നുണ്ട്. അപ്പോഴാണെങ്കിൽ ഇവൻ്റെ കാറിൽ ഇവൻ ഇരിക്കുന്നുണ്ട്. ഇവൻ എഴുന്നേറ്റ് റൂമിലൊന്നും പോയിട്ടില്ല. അങ്ങനെ ഒരു വിധത്തിൽ ഹീജു ഇവനെയും പിടിച്ചുകൊണ്ട് ഇവരുടെ അപ്പാർട്ട്മെൻറ്റിലേക്ക് വരികയാണ് കേട്ടോ. ഇവൻ ഒരുപാട് ഡ്രങ്കൺ ആയതുകൊണ്ട് തന്നെ ഇവൻ അവിടെ പെട്ടെന്ന് നിലത്തേക്ക് വീഴുകയാണ്. അങ്ങനെ രണ്ടു പേർക്കും ഇടയിൽ ചെറിയൊരു കിസ്സിങ് സീൻ നടക്കുകയാണ്. അങ്ങനെ ഇവരുടെ ഈ കിസ് കാണിച്ചുകൊണ്ടാണ് ഈ ഒരു എപ്പിസോഡ് എൻഡ് ആവുന്നത്.